ക്രൈസിസ് സമയത്ത് സ്ട്രേഞ്ചേഴ്സിനെ പിടിക്കാൻ പോവണ്ട. ഇവർക്ക് കുറെ നാളായിട്ട് നമ്മളെ അറിയാം. റെഫറൽ ഇൻകവും അതുപോലെ തന്നെ ഇവർക്ക് ഇൻസെന്റീവും ഇവരുടെ ടെസ്റ്റിമോണിയൽസും ഇവരുടെ ഗൂഗിൾ റിവ്യൂവും അതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം. മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോസും എല്ലാം ഇട്ടുകൊണ്ട് ഇവനെ കണ്ടെത്താൻ നമ്മൾ ഒത്തിരി മാർക്കറ്റിംഗ് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ കസ്റ്റമർ ഹോട്ട് കസ്റ്റമർ. ഹോട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ഓൾറെഡി ഡൺ ബിസിനസ് വിത്ത് അസ്. നമ്മളോട് ഓൾറെഡി ബിസിനസ് ചെയ്ത ആളുകളാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം പ്രൊഡക്റ്റോ സർവീസോ ഓൾറെഡി വാങ്ങിച്ച് നമുക്ക് കാശ് തന്ന് നമ്മളുമായി ബിസിനസ് ചെയ്തവരാണ് ഹോട്ട് കസ്റ്റമേഴ്സ്. അവരുടെ പ്രത്യേകത എന്താ? ദേ ഓൾറെഡി നോ യു. നമ്മളെ ഓൾറെഡി അവർക്ക് അറിയാം, നമ്മൾ എന്താണെന്ന് അവർക്കറിയാം. സോ ലോകത്തെ ഏറ്റവും ഈസിയസ്റ്റ് കസ്റ്റമർ ആണ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ. രണ്ടാമത്തതാണ് വാം കസ്റ്റമർ. വാം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറെ നാളായിട്ട് നമ്മളെ അറിയാം, പക്ഷെ ഇവർ ഇതുവരെ നമ്മളുമായിട്ട് ബിസിനസ് ചെയ്തിട്ടില്ല. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റിമോണിയൽ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് റെഫറൽസ്, ഇതൊക്കെ എടുക്കുമ്പോൾ ഈ വാം കസ്റ്റമേഴ്സിനെ നമുക്ക് ഹോട്ടാക്കാൻ പറ്റും. സോ ഒന്നാമത്തെ സ്ട്രാറ്റജി എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് കൂടുതൽ വിൽക്കുക, കാരണം ദേ ആർ ഓൾറെഡി നോൺ പീപ്പിൾ. രണ്ട്, ഇവരുടെ ടെസ്റ്റിമോണിയലും ഇവരുടെ കയ്യിൽ നിന്ന് റെഫറൽസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് റെഫറൽ ഇൻസെന്റീവ് ഒക്കെ കൊടുക്കാം നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്. ഹോട്ട് കസ്റ്റമർ ഇവർക്ക് റെഫറൽ ഇൻകവും അതുപോലെ തന്നെ ഇവർക്ക് ഇൻസെന്റീവും ഇവരുടെ ടെസ്റ്റിമോണിയൽസും ഇവരുടെ ഗൂഗിൾ റിവ്യൂവും ഇവരുടെ വീഡിയോസും എല്ലാം ഇട്ടുകൊണ്ട് വാം കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം. മൂന്നാമത്തതാണ് കോൾഡ് കസ്റ്റമർ. കോൾഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ്. ഈ സ്ട്രേഞ്ചേഴ്സിനെ തൽക്കാലം ക്രൈസിസ് സമയത്ത് പിടിക്കാൻ പോവരുത്. ശ്രദ്ധിച്ചു കേൾക്കുക, ഈ സമയത്ത് ഇവരെ പിടിക്കാൻ പോവണ്ട. കാരണം ഇവർക്ക് ഇപ്പൊ തന്നെ ഒരു മൊത്തത്തിൽ ഒരു ക്രൈസിസ് നിൽക്കുകയാണ്. ഇവര് അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ് ആണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മളെ അറിയില്ല. ഇനി ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയം കൂടെ ആയതുകൊണ്ട് ഇവനെ കൺവിൻസ് ചെയ്തെടുക്കാനും ഇവനെ പറഞ്ഞ് റെഡിയാക്കി എടുക്കാനും ഒക്കെ ഒത്തിരി സമയം എടുക്കും. മാത്രമല്ല ഇവനെ കണ്ടെത്താൻ നമ്മൾ ഒത്തിരി മാർക്കറ്റിംഗ് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ 10-1 മതി ഇവരെ കൊണ്ടുവരാൻ. അപ്പൊ ചെലവ് കുറയ്ക്കാനും പറ്റും, വരുമാനം കൂട്ടാനും പറ്റും. ക്രൈസിസ് സമയത്ത് സ്ട്രേഞ്ചേഴ്സിനെ പിടിക്കാൻ പോവണ്ട. ആർക്കാ പോകാൻ പറ്റുന്നേ? ഞാനിത് പറയുന്നത് ക്രൈസിസ് ഉള്ളവരുടെ കാര്യമാണ്. റിസർവ് ക്യാഷ് കയ്യിലുള്ള, നമ്മൾ 3+ മന്ത്സിലേക്ക് റിസർവ് ക്യാഷ് ഒക്കെ കയ്യിലുള്ളവരുണ്ടല്ലോ, അവരിപ്പൊ പോയി പിടിച്ചോണവന്മാരെ. കാരണം എന്താ? ഇവരാരും ഇപ്പം മാർക്കറ്റിംഗ് ചെയ്യത്തില്ല, മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇപ്പം മാർക്കറ്റ് ചെയ്യത്തില്ല. അതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം. ഇന്നിപ്പോ ഈ നടക്കുന്ന വെബിനാർ എന്താ? ഈ ഫ്രീ വെബിനാർ എന്തിനുള്ളതാ? ഈ പറഞ്ഞ വാം ആൻഡ് കോൾഡ്. ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുണ്ട്, റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നവർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെന്താണ്? അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ ഇന്ന് വിട്ടിരിപ്പുണ്ട്. അടുത്ത 3 വർഷത്തേക്ക് ഈ ക്രൈസിസ് ഒന്നും മാറിയില്ലെങ്കിലും അടുത്ത 3 വർഷത്തേക്കുള്ള റൺവേ, 18 മാസത്തേക്കുള്ള ബിസിനസ്സിലെയും പേഴ്സണലെയും റൺവേ ഉണ്ടാക്കിയിട്ടിട്ട് നിൽക്കുക, പൊളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് എന്താ? മാർക്കറ്റിങ്ങിനോട്ട് സ്പെൻഡ് ചെയ്യാൻ പോവാ. ഇനി അതുള്ളവൻ ഇറങ്ങി അടിച്ചോണം, അതില്ലാത്തവൻ ഇപ്പൊ ഇതേ തൊടാൻ പോകരുത്. എക്സിസ്റ്റിംഗ് കസ്റ്റമറെയും അതുപോലെ തന്നെ നമ്മൾ റെഫറൽ അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസിൽ കൂടി ഈ വാം കസ്റ്റമേഴ്സ്, അവർക്ക് നമ്മളെ അറിയാം പക്ഷെ ഇതുവരെ ബിസിനസ് ചെയ്തിട്ടില്ല. അതായത് ഓൾറെഡി ലീഡ്സ് വന്നു, ഓൾറെഡി നിങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു, ഓൾറെഡി നിങ്ങൾ ബിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ടൊക്കെ ഇരിക്കുന്നതാണ് വാം കസ്റ്റമർ. ഇവരെ പിടിക്കുക, എക്സിസ്റ്റിംഗ് കസ്റ്റമറെയും കൊണ്ടുവരും. ഇതാണ് വാർ ടൈമിൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പറഞ്ഞ ഓ ക്യാഷ് ഇൻ ആൻഡ് ഓ ക്യാഷ് ഔട്ട്, ഇതിന്റെ ഗ്യാപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമുക്ക് ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം എന്ന് പഠിച്ചു. അപ്പം ഓ ക്യാഷ് ഇൻ മൈനസ് ഓ ക്യാഷ് ഔട്ട്, വരവ് മൈനസ് ചെലവ്. ഇതിന്റെ ഗ്യാപ്പ് കൂട്ടുക എന്നുള്ളതാണ്, അതിന്റെ വലിപ്പം കൂട്ടുക എന്നുള്ളത്. അതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെൽ വിത്ത് ഹൈ മാർജിൻ. ഹൈ മാർജിൻ വിൽക്കണം. ഹൈ മാർജിൻ വിൽക്കുന്നതിന്റെ പേരാണ് പ്രീമിയം സെല്ലിംഗ്.